ഹലോ ഗൈസ്, ഞാനങ്ങനെ ലോങ് വീഡിയോ ഒന്നും അധികം ഇടാറില്ല. അപ്പോൾ ഇന്ന് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയതുകൊണ്ടാണ് കേട്ടോ ഒരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇന്ന് ഞാൻ തയ്ക്കാൻ പോകുന്ന ഒരു പലാസോ പാൻറ്റാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു 2 മീറ്റർ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാൻറ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുണി ഇതേപോലെ നീളത്തിലിടാം. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ 4 പീസുകൾ ഇങ്ങനെ ഉണ്ടാവണം കേട്ടോ. അതിനുശേഷം ഞാനിവിടെ തുണീൻ്റെ ടോട്ടൽ ലെങ്ത് ഒന്ന് എടുത്ത് നോക്കുന്നുണ്ട്, എത്ര ഉണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഞാനിതാ ഈ മുകളിൽ നിന്ന് 2 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഈ 2 ഇഞ്ച് എടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ 2 ഇഞ്ച് മൊത്തം മടക്കി നമ്മൾ ഉള്ളിലേക്ക് അടിക്കും. അപ്പോൾ ഈ 2 ഇഞ്ച് നമ്മൾ ഉള്ളിലേക്ക് മടക്കി അടിക്കും. എന്നിട്ട് അതിൻ്റെ താഴേക്കാണ് നമ്മൾ ടോട്ടൽ ലെങ്ത് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇവിടെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെനിക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അറിയാൻ വേണ്ടിയിട്ടാണ്. ആ 2 ഇഞ്ച് നമ്മൾ അളവെടുത്ത് വരച്ചതിൻ്റെ അവിടെ നിന്ന് നമ്മൾ താഴേക്ക് ഒരു 15 അടയാളപ്പെടുത്തി കൊടുക്കുക. ആ തുണീൻ്റെ മൊത്തം വശത്തും ഇങ്ങനെ 15 ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെനിക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ അറിയാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ആ 15 അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്ന അവിടെ നിന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇപ്പുറത്തേക്ക് ഒരു 15, 16 ഒക്കെ അടയാളപ്പെടുത്തി വെക്കുന്നുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് ഞാനിങ്ങനെ അളവെടുക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ഒക്കെ 2 ഇഞ്ചൊക്കെ കൂട്ടിയിടാറുണ്ട് കേട്ടോ. അത് കുറച്ച് ലൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഞാൻ പാൻറ്റിൻ്റെ അടിഭാഗത്തും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, എത്ര ഉള്ളിലേക്ക് മടക്കി അടിക്കണം എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാൻറ്റിൻ്റെ കാലിൻ്റെ അവിടെയുള്ള അത്രയും വിഡ്ത്തും കൂടി അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ആ 16 ഇഞ്ച് അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്ന അവിടുന്ന് താഴേക്ക് നമ്മൾ നീളത്തിലൊരു വര വരയ്ക്കണം കേട്ടോ. ഇതാണ് നമ്മൾ പാൻറ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വര വരയ്ക്കുന്നത്. അതിനുശേഷം അതേ സെയിം പോയിന്റിൽ നിന്ന് മുകളിലേക്ക് നമ്മൾ അടയാളപ്പെടുത്തി വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വേസ്റ്റിൻ്റെ അവിടെ എത്ര അളവുണ്ട് എന്നുള്ളതും കൂടി നോക്കിയിട്ട് വേണം കേട്ടോ മുകളിൽ അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ആ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പോയിന്റ് എല്ലാം കൂടി ഒന്ന് കൂട്ടി വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ നമ്മൾ അളവിനേക്കാളും 1.5 or 2 ഇഞ്ച് കൂട്ടിയിട്ട് വേണം കേട്ടോ നമ്മൾ തുണിയിൽ വെച്ചിട്ട് വരയ്ക്കാൻ വേണ്ടി. അങ്ങനെ തയ്യൽ തുമ്പ് ഇട്ടിട്ടില്ലെങ്കിൽ നമ്മൾ അളവിൽ വ്യത്യാസം വരും. അപ്പം ഞാൻ ഇതിലിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് 2 ആയിട്ട് വരച്ച് കാണിക്കുന്നില്ല കേട്ടോ. അത് ഞാൻ ഈ വീഡിയോ എടുത്തപ്പോൾ മറന്നുപോയതാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ പെട്ടെന്ന് എൻ്റെ ഒരു അളവിന് എടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കലാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ മറന്നുപോയാണ്. ഈ പോയിന്റിൽ നിന്ന് നമ്മൾ വെട്ടുമ്പോൾ കുറച്ച് അവിടെ കുഴിച്ചിട്ട് വേണം കേട്ടോ വെട്ടാൻ, ഇതിൽ കാണുന്ന പോലെ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ എടുത്ത മെഷർമെൻറ്റ്സ്. അപ്പോൾ ഇങ്ങനെ മെഷർമെൻറ്റ് എടുക്കാൻ അറിയാത്ത ആൾക്കാർക്കും മെഷർമെൻറ്റ് എടുക്കാൻ മടിയുള്ള ആൾക്കാർക്കും വേണ്ടിയിട്ട് ഞാനൊരു സിമ്പിൾ ട്രിക്ക് പറഞ്ഞുതരാം. നമ്മൾ അളവിനുള്ളൊരു പാൻറ്റ് എടുത്തിട്ട് ഇതേപോലെ വെക്കുക. എന്നിട്ട് അതിനനുസരിച്ച് വെട്ടിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ അളവ് പാൻറ്റിനേക്കാളും ഞാനിവിടെ കുറച്ചും കൂടെ ലൂസായിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നിങ്ങളൊരു ആവശ്യത്തിനനുസരിച്ച് മെഷർമെൻറ്റ് മാറ്റിയാൽ മതി. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ പാൻറ്റിൻ്റെ മെഷർമെൻറ്റും കട്ടിങ്ങും. ഈ പാൻറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഈസിയാണ് കേട്ടോ. കുറച്ച് സമയം മതി, നമുക്ക് കുറേ സമയമൊന്നും ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതിന്. അതിനുശേഷം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഈ പീസ് ഇതേപോലെ എടുത്തിട്ട് സെപ്പറേറ്റ് ആക്കുക കേട്ടോ. 2 പീസ് ഉണ്ടാവും അതിൻ്റെ അകത്ത്, 2 സെപ്പറേറ്റ് ആക്കുക. അപ്പോൾ ഇനിയാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തുണീൻ്റെ നല്ല വശവും കൂടെ ചേർത്ത് വെച്ചിട്ട് ഉള്ളിലുള്ള ഭാഗത്ത് കൂടിയാണ് കേട്ടോ ഇതേപോലെ അടിച്ചു കൊടുക്കേണ്ടത്. ഇതിൻ്റെ ഈ 2 ഭാഗത്തു കൂടിയും ഇതേപോലെ ആദ്യം അടിച്ചു കൊടുക്കുക. അപ്പോൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നിന്നും എൻഡ് ചെയ്യുന്ന അവിടെ നമ്മൾ കെട്ടിട്ടിട്ട് വേണം കേട്ടോ അടിച്ചു കൊടുക്കാൻ, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് ഊരിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഈ 2 ഭാഗത്തും അടിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ പിടിച്ചിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ നിവർത്തുക. അങ്ങനെ നിവർത്തുമ്പോൾ നമുക്കൊരു പാൻറ്റിൻ്റെ ഒരു ഷേപ്പ് കാണാൻ കിട്ടും. അപ്പോൾ നമ്മൾ എന്താക്കുക, സെൻറ്ററിലുള്ള ആ 2 പീസും നമ്മൾ ആ കാലിൻ്റെ ഭാഗത്തുള്ള 2 പീസും കൂടി ഇങ്ങനെ ഒന്നിച്ച് വെച്ച് നോക്കുക. എന്നിട്ട് ഒരേ അളവിന് എന്താക്കുക, അതിൽ കൂടി അങ്ങ് അടിച്ചു കൊടുക്കുക. ഒരറ്റത്തു നിന്ന് തുടങ്ങി മറ്റേ അറ്റത്തേക്ക് എൻഡ് ചെയ്യിക്കുന്ന പോലെ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ 2 പീസിൻ്റെ പോയിന്റ് നമ്മൾ ഒരേപോലെ വെച്ചിട്ടില്ലെങ്കിൽ നമ്മളെ പാൻറ്റ് ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ആകെ 2 സ്റ്റിച്ചാണ് അടിച്ചത് കേട്ടോ. ഒന്നാം മുകളിലും ഒന്ന് താഴെ അടിച്ചു. ഇനി നമ്മൾ അടുത്ത് അടിക്കാൻ പോകുന്നത് നമ്മൾ പാൻറ്റിൻ്റെ അടിഭാഗമാണ് കേട്ടോ അടിക്കാൻ പോകുന്നത്. നമ്മളെ ലെങ്ത്തിനനുസരിച്ച് നമ്മൾ മടക്കി അടിക്കുക. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി മെഷർമെൻറ്റ് എടുത്തിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ഞാനിങ്ങനെ മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പാൻറ്റിൻ്റെ അടിഭാഗം കുറച്ച് വീതിയിൽ മടക്കി അടിക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. അതാകുമ്പോൾ കുറച്ചും കൂടെ കാണാനൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ ഈ തുണി കുറവുള്ളത് കൊണ്ടാണ് ഞാൻ ആ ചെറിയ ഇതാക്കിയിട്ട് മടക്കി അടിച്ചത് കേട്ടോ. അതിനുശേഷം നമ്മൾ എലാസ്റ്റിക് ഇടുന്ന ആ ഭാഗം അടിച്ചു കൊടുക്കുക. അത് നമ്മൾ എത്രയാണോ അളവെടുത്തത് ആ അളവിനനുസരിച്ച് ഇതേപോലെ ഉള്ളിലേക്ക് നമ്മൾ അറ്റത്തൊന്ന് മടക്കി വെച്ചിട്ട് അടിച്ചു കൊടുക്കുക കേട്ടോ. എലാസ്റ്റിക് വെക്കുന്ന വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ പലാസോ പാൻറ്റ്. സ്റ്റിച്ചിങ് അറിയാത്തവർക്കും ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.